ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചകാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹതാത്മനം നിത്യമവ്യാഹതാത്മനാ. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയാണ് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രന്ഥത്തിലെ 22, 21, 22 ശ്ലോകങ്ങൾ. ശ്രുതി സ്മൃതി പുരാണോക്ത ധർമാചാര നിബന്ധനേ വിഭിന്നമതയ കേചിത് നീചാം വൃത്തിം ഭജന്തി ച. ശ്രുതി സ്മൃത്യുദിതേ കർമ്മണ്യനേകേനാധികാരിണഃ വിശിഷ്ടബുദ്ധിമത്വേപി തേഷാം ന്യക്കാര ഈരിതഃ. 22ാമത്തെ ശ്ലോകത്തില് ശ്രുതി സ്മൃതി ഉദിതേ കർമ്മണി അനേകഃ ന അധികാര എന്ന് കണ്ടു. ശ്രുതി സ്മൃതികളിൽ പറയപ്പെട്ടിട്ടുള്ള സദാചാരങ്ങളെ, കർമ്മങ്ങളെ അനേകം ആളുകൾ ആചരിക്കുന്നില്ല എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. നമ്മൾ ദർശനമാല അധ്യയനം ചെയ്യുന്ന വേളയിൽ കർമ്മദർശനത്തിന്റെ ആമുഖമായിട്ട് കർമ്മത്തെ സംബന്ധിച്ച ചില നിർവചനങ്ങളെ പഠിക്കുകയുണ്ടായി. കർമ്മത്തിന് പല പല നിർവചനങ്ങളും ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. കർമ്മം എന്ന് പറഞ്ഞാൽ ചലനമാണ് എന്ന് പറയുന്നു. അങ്ങനെ ഓരോ നിർവചനങ്ങളെയും പരിശോധിച്ച് കർമ്മത്തിന് ഒരു നിശ്ചിതമായ നിർവചനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരുന്നു. ആ നിർവചനമാണ് കർത്തൃത്വപൂർവകം ചെയ്യപ്പെട്ട വിധി നിഷേധ പ്രവൃത്തികൾ ആണ് കർമ്മം എന്നുള്ളത്. എന്താണ് കർമ്മം? കർത്തൃത്വപൂർവകം ചെയ്യപ്പെട്ട വിധി നിഷേധ പ്രവൃത്തികൾ. കർത്തൃത്വപൂർവകം എന്ന് പറഞ്ഞാൽ നാം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഈ കർമ്മം ഞാനാണ് ചെയ്യുന്നത് എന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ട്. ഈ ബോധത്തെയാണ് കർത്തൃത്വ ബോധം എന്ന് പറയുന്നത്. കർത്തൃത്വ ബോധമില്ലാതെ നമുക്ക് ഒരു കർമ്മവും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും പുറകിലും ഈ ബോധം ദൃഢമാണ്. കേവലം ഒരു ചലനത്തെ നമുക്ക് കർമ്മമെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ദൃഷ്ടാന്തം, ഒരു ഫാൻ കറങ്ങുന്നു. ആ ഫാൻ കറങ്ങുന്നത് കൊണ്ട് അതിന് നമുക്ക് ഈ ഒരു നിർവചനത്തിന്റെ ആധാരത്തിൽ കർമ്മമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഫാനിന് ഒരിക്കലും ഞാനിതാ കറങ്ങുന്നു,
ഞാൻ മറ്റുള്ളവർക്ക് തണുപ്പ് പകർന്നു കൊടുക്കുന്നു എന്ന കർത്തൃത്വ ബോധമില്ല. അതുകൊണ്ട് തന്നെ കേവലമായ ചലനത്തെ നമുക്ക് കർമ്മം എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ എന്താണ് കർമ്മം? ഞാൻ ചെയ്യുന്നു എന്ന കർത്തൃത്വ ബോധത്തോടു കൂടി ചെയ്യപ്പെട്ട എല്ലാ തരം പ്രവൃത്തികളും കർമ്മമാണ്. അപ്പൊ ഇവിടെ ഈ പ്രവൃത്തികൾക്ക് ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട്, വിധി നിഷേധ പ്രവൃത്തികൾ എന്നാണ്. നമ്മുടെ പ്രവൃത്തികൾ ഒന്നുകിൽ വിധിപരമായിരിക്കും, അല്ലെങ്കിൽ നിഷേധപരമായിരിക്കും. വിധി എന്ന് പറഞ്ഞാൽ നാം ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ. നിഷേധം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നിശ്ചയിക്കാൻ സാധിക്കുക നാം ഈ പ്രവൃത്തി ചെയ്യണം അല്ലെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് നിശ്ചയിക്കാൻ സാധിക്കുക? പ്രവൃത്തികൾ അത് രണ്ട് പ്രകാരത്തിലുണ്ട്. ഒന്ന്, എൻ്റെ വ്യക്തിഗതമായ പ്രവൃത്തികൾ. അതിനെക്കുറിച്ച് നമുക്കറിയാം, വ്യക്തിപരമായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യേണ്ട, വ്യക്തിപരമായിട്ട് ഞാൻ ഏത് ഭക്ഷണം കഴിക്കണം, ഏത് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ഓരോരുത്തർക്കും വ്യക്തിഗതമായ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചില വിധിപരമായ കർമ്മങ്ങളെയും ചെയ്യുന്നു, നിഷേധപരമായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു വ്യക്തി എന്നതിനുപരിയായിട്ട് ഒരു സമൂഹം എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരു സമൂഹത്തില് നമുക്ക് ചെയ്യാൻ പാടുള്ള കർമ്മങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാം? നമ്മുടെ ഐഡന്റിറ്റി അനുസരിച്ച്. എൻ്റെ ഐഡന്റിറ്റി ഇന്ത്യൻ പൗരൻ എന്നാണെങ്കിൽ, ഒരു ഇന്ത്യൻ പൗരന് നമ്മുടെ രാജ്യത്ത് ഭരണഘടന അനുസരിച്ച് ചെയ്യാൻ പാടുള്ള കർമ്മങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളാണ് നിഷേധ കർമ്മങ്ങൾ, അത് നമ്മൾ ചെയ്യരുത്. ചെയ്യാൻ പാടുള്ള കർമ്മങ്ങളാണ് വിധി കർമ്മങ്ങൾ, അത് നമ്മൾ ചെയ്യണം. എനിക്ക് മാംസഭക്ഷണം വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഏത് മൃഗത്തിന്റെയും മാംസം കഴിക്കും, അതിന്റെ അധികാരമാണെന്ന് കരുതി നമുക്ക് എല്ലാ മൃഗത്തിന്റെയും മാംസം കഴിക്കാനുള്ള അധികാരമില്ല. കാരണം എന്താണ്? നിയമത്തിന്റെ വ്യവസ്ഥയിൽ ഇന്നിന്ന മൃഗങ്ങളെ കശാപ്പ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. കശാപ്പ് ചെയ്യാനുള്ള അനുവാദമില്ലാത്ത ഒരു മൃഗത്തെ നാം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ജയിലിലാവും. അപ്പൊ ഒരു സമൂഹം എന്ന രീതിയിൽ നാം ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ നമുക്ക് ഭരണഘടന അല്ലെങ്കിൽ ന്യായ സംഹിതകൾ, വിധി നിഷേധ കർമ്മങ്ങളെ നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കൂ, അതിനെ അനുസരിച്ചാണ് എൻ്റെ ഐഡന്റിറ്റി ഇന്ത്യൻ പൗരനാകുമ്പോൾ ഞാൻ എൻ്റെ കർമ്മങ്ങളെ ക്രമീകരിക്കുന്നത്. ഇനി ഞാൻ മറ്റൊരു രാജ്യത്തെ പൗരനാകുമ്പോൾ എൻ്റെ ഐഡന്റിറ്റി ഒരു അമേരിക്കൻ പൗരനാണെങ്കിൽ അമേരിക്കയുടെ ന്യായ സംഹിത അനുസരിച്ച് ഞാൻ എൻ്റെ കർമ്മങ്ങളെ വിധിപരമായിട്ടും നിഷേധപരമായിട്ടും ക്രമീകരിക്കും. അപ്പൊ ഇവിടെ ധാർമ്മികമായ കാര്യങ്ങളിൽ, ധർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ ഞാൻ ഏതെല്ലാം പ്രവൃത്തികളിൽ ഏർപ്പെടണം, ഏതെല്ലാം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടില്ല എന്നാരാണ് നിശ്ചയിക്കുന്നത്? രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം? നിങ്ങൾ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ഇന്നിന്ന കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടനയോ ന്യായ സംഹിതയോ നമുക്ക് പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്നില്ല. അപ്പൊ ഒരു ധർമ്മോന്മുഖമായ ജീവിതം നയിക്കുന്ന ഞാൻ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് കർമ്മങ്ങൾ ചെയ്യണം, ഏത് കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ മനസ്സിലാക്കും. അതിനാണ് ധർമ്മ ബ്രഹ്മണി വേദ ഏവ പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരം അഥവാ മോക്ഷം അഥവാ ബ്രഹ്മനിർവാണം, ഇതിനെല്ലാം നേടിയെടുക്കുവാൻ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനുള്ള പ്രമാണമാണ് വേദം. അതേപോലെ ധർമ്മത്തിന്റെ കാര്യത്തിൽ, ധർമ്മം എന്ന് പറഞ്ഞാലും ധർമാചാരണങ്ങൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വഴികാട്ടിയാണ് വേദം. അതുകൊണ്ടാണ് വേദത്തെ ധർമ്മ ബ്രഹ്മണി വേദ ഏവ പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ധർമ്മത്തിന്റെ കാര്യത്തിലും ബ്രഹ്മസംബന്ധിയായ കാര്യത്തിലും വേദമാണ് പ്രമാണം.
അതുകൊണ്ടാണ് ഇവിടെ ശ്രുതി സ്മൃതി ഉദിതേ കർമ്മണി എന്ന വാക്യം വിശേഷമായി പറഞ്ഞിട്ടുള്ളത്. ശ്രുതി സ്മൃതികളിൽ, വേദങ്ങളിലും ആഗമങ്ങളിലും പറഞ്ഞിരിക്കുന്ന വിധി നിഷേധ പ്രവൃത്തികളെ ശരിയായി ധാരണ ചെയ്യാതെ, ശരിയായി മനസ്സിലാക്കാതെ അനേകം ആളുകൾ അതിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുന്നു. വിഭിന്ന മതയ എന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞു. വ്യതിചലിച്ച് നടക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി എങ്ങനെ മനസ്സിലാക്കാം? കാരണം ഒരു കർമ്മം ചെയ്യണമെങ്കിൽ ഐഡന്റിറ്റിയെ മനസ്സിലാക്കിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഐഡന്റിറ്റിയെ മനസ്സിലാക്കുന്നത്? ഇവിടെ വേദത്തിന്റെ ഭാഷയിൽ ശ്രദ്ധിക്കണം. നമ്മൾ വേദത്തിന്റെ പക്ഷത്ത് ഇരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഈ വ്യാഖ്യാനം നടത്തുന്നത്. വേദത്തിന്റെ ഭാഷയിൽ പറയാണ്, ഒരാളുടെ ഐഡന്റിറ്റി രണ്ട് പ്രകാരത്തിലുണ്ട്. ഒന്ന് വർണ്ണപരമായിട്ടും രണ്ട് ആശ്രമപരമായിട്ടും. നമ്മൾ മുന്നോട്ട് ഇതേ ഗ്രന്ഥത്തിൽ അധ്യായങ്ങൾ ഈ വിഷയങ്ങളെ കുറിച്ച് വിസ്തരിച്ച് പഠിക്കുന്നതാണ്. രണ്ട് പ്രകാരത്തിൽ ഐഡന്റിറ്റി: വർണ്ണ ഐഡന്റിറ്റി, ആശ്രമ ഐഡന്റിറ്റി. വർണ്ണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. എല്ലാ മനുഷ്യരെയും ഈ 4 വർണ്ണങ്ങളിൽ ഏതെങ്കിലും ഒരു വർണ്ണത്തിൽ വേദം പെടുത്തിയിരിക്കുന്നു. ഒന്നുകിൽ ഇവൻ ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ ക്ഷത്രിയനാണ്, അല്ലെങ്കിൽ വൈശ്യനാണ്, അല്ലെങ്കിൽ ശൂദ്രനാണ്. ഇനി അടുത്ത ഐഡന്റിറ്റിയാണ് ആശ്രമം. 4 ആശ്രമങ്ങളുണ്ട്: ബ്രഹ്മചര്യ ആശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. അപ്പൊ ഒരുവന്റെ വർണ്ണ ആശ്രമ ധർമ്മങ്ങൾക്കനുസരിച്ചാണ് അവന്റെ കർമ്മം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു വ്യക്തി ബ്രാഹ്മണനാണെങ്കിൽ അവൻ ചെയ്യാൻ പാടുള്ള കർമ്മങ്ങളുണ്ട്, അവൻ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളുണ്ട്. നോക്കൂ, നമ്മുടെ ഐഡന്റിറ്റി, ഞാനൊരു ബ്രാഹ്മണനാണെങ്കിൽ വേദം പറഞ്ഞിരിക്കുന്നു ഇന്ന കർമ്മങ്ങൾ നീ ചെയ്യൂ, ഇന്ന കർമ്മങ്ങൾ ചെയ്യരുത്. ഞാനൊരു ക്ഷത്രിയനാണെങ്കിൽ ഇന്ന കർമ്മങ്ങൾ ചെയ്യൂ, ഇന്ന കർമ്മങ്ങൾ ചെയ്യരുത്. ക്ഷത്രിയന് യുദ്ധം ധർമ്മമാണെന്ന് പറയുന്നു, പക്ഷെ ബ്രാഹ്മണന് യുദ്ധം ധർമ്മമല്ല. അതേപോലെ ആശ്രമ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രഹ്മചാരി ആണെങ്കിൽ ബ്രഹ്മചാരിക്ക് കർമ്മങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റ് സന്ധ്യാവന്ദനം ചെയ്യണം, എല്ലാ സന്ധ്യകളിലും സന്ധ്യാവന്ദനം ചെയ്യണം, ഗുരു ശുശ്രൂഷ ചെയ്യണം, നിത്യവും സ്വാധ്യായം ചെയ്യണം, ഭിക്ഷ എടുത്ത് അന്നം കഴിക്കണം. ഗ്രാമങ്ങളിൽ പോയിട്ട് ഗൃഹസ്ഥന്മാരെടുത്തു നിന്ന് ഭിക്ഷ ചോദിച്ച് അവർ നൽകുന്ന അന്നമാണ് ബ്രഹ്മചാരി കഴിക്കേണ്ടത്. അതേപോലെ നൈഷ്ഠികമായ ബ്രഹ്മചര്യ വ്രതത്തെ പാലിച്ചിരിക്കണം. ഒരു ബ്രഹ്മചാരിക്ക് വിധിപരമായ കർമ്മങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളുണ്ട്. അതേപോലെ ഒരു ഗൃഹസ്ഥന്, ആ ഗൃഹസ്ഥന് വിധിപരമായ കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗൃഹസ്ഥന് ചിലപ്പോൾ വിധിപരമായ ഒരു കർമ്മം അത് ബ്രഹ്മചാരിക്ക് നിഷേധപരമായിരിക്കും. ഗൃഹസ്ഥന് വിധിക്കപ്പെട്ടതാണ്. ഗൃഹസ്ഥന് വിവാഹ സംസ്കാരം ചെയ്ത് പുത്രോത്പാദന കർമ്മം നിർവഹിക്കണം എന്നുള്ളത് ഗൃഹസ്ഥന്റെ അനിവാര്യമായ വിധിപരമായ കർമ്മമാണ്. പക്ഷെ ഒരു ബ്രഹ്മചാരിയുടെയോ ഒരു സന്യാസിയുടെയോ കർമ്മമായിട്ട് അത് വരുന്നില്ല. അപ്പൊ ഒരു വർണ്ണത്തിനും ഒരു ആശ്രമത്തിനും വിധിപരമായ കർമ്മം ചിലപ്പോൾ മറ്റ് വർണ്ണത്തിലോ ആശ്രമത്തിലോ പെട്ട ആളുകൾക്ക് നിഷേധപരമായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് കർമ്മങ്ങളെ വേദം ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു മുഖ്യമായൊരു സംശയം ഉത്പന്നമാകാൻ സാധ്യതയുള്ളത്, നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത കാര്യം, നമ്മുടെ ഭാരതത്തില് ഹിന്ദുമത സംവിധാനത്തിൽ ചാതുർവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി വിവേചനം ആളിക്കത്തിച്ചത് ഇതേ സ്മൃതികളും വേദങ്ങളിലെ വാക്യങ്ങളുമാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ശ്രുതി സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളുടെ മഹിമ ഈ ശ്ലോകത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്? കാരണം ഈ എല്ലാ കുഴപ്പങ്ങളെയും ഉണ്ടാക്കിയത് ജാതിപരമായ വിവേചനങ്ങളെയും തത്സംബന്ധിയായി ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ അനാചാരങ്ങളെയും സ്വാമി തൃപ്പാദങ്ങൾ ഉൾപ്പെടെ അനവധി മഹാത്മാക്കളുടെ വലിയ പ്രവർത്തന ഫലമായിട്ട് ഇന്ന് സമൂഹത്തിൽ അല്പമെങ്കിലും ഒരു ആശ്വാസം ഇന്നുണ്ട്. എങ്കിൽ കൂടിയും കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ജാതിപരമായ വിവേചനം ആളിക്കത്തിച്ചത് ഇതേ ശ്രുതികളും സ്മൃതികളും തന്നെയാണ്. ഇപ്പൊ ശ്രുതികളിലും സ്മൃതികളിലും ചാതുർവർണ്ണത്തെക്കുറിച്ചും ജാതിപരമായ ഉച്ചനീചത്വങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടില്ലെങ്കിൽ
ഇവിടെ ഒരിക്കലും വിവേചനം ഉണ്ടാവില്ല. വിവേചനം ഉണ്ടാവാൻ കാരണം എന്താണ്? ബ്രാഹ്മണോ അസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത ഒരു തദസ്യ യദ് വൈശ്യ പദ്ഭ്യാം ശൂദ്രജായത. കാലുകളിൽ നിന്നാണ് ശൂദ്രൻ ജനിച്ചത്, അതുകൊണ്ട് അവൻ നികൃഷ്ടനാണ്. ബ്രാഹ്മണൻ ആ വിരാട് പുരുഷന്റെ ശിരസ്സാണ്, അതുകൊണ്ട് ഉത്കൃഷ്ടനാണ്. ബ്രാഹ്മണനെ പൂജിക്കണം. ശൂദ്രൻ എത്ര വേദപ്രവീണനാണെങ്കിൽ അവനെ പൂജിക്കാൻ പാടില്ല. സ്ത്രീകളും ശൂദ്രരും വൈശ്യരും എല്ലാം പാപയോനികളാണ് എന്നിങ്ങനെയുള്ള വാക്യങ്ങളാണ് നമുക്ക് സ്മൃതികളിലും അതേപോലെ അതിന്റെ മൂലമായിട്ട് ശ്രുതികളിലും കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടല്ലേ ഈ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള അനാചാരങ്ങൾ ഉണ്ടായത്. എന്നിരിക്കെ ശ്രുതികളിലും സ്മൃതികളിലും പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. കുറെ ആളുകൾ ചെയ്യാതെ മാറി നിൽക്കുന്നത് തെറ്റാണ് എന്ന തരത്തിൽ ബോധിപ്പിക്കുന്ന മന്ത്രങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്? അപ്പൊ നമുക്ക് ഈ മന്ത്രങ്ങളെ വിചാരം ചെയ്യുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരണം. സംശയങ്ങളല്ല, നമുക്ക് മനനം ചെയ്യാൻ വേണ്ടി രണ്ട് ചോദ്യങ്ങൾ നാം മുമ്പിൽ എടുക്കണം. ഒന്ന്, ഈ പറഞ്ഞ വേദത്തിന് ഒരു പ്രാമാണികത സ്വാമി തിരുപാദങ്ങൾ ഗുരുദേവൻ കൽപ്പിച്ചിട്ടുണ്ട്. ഗുരു വേദത്തിന് പ്രമാണം കൽപ്പിച്ചിട്ടുണ്ട്. എന്ത് പ്രമാണം? നമ്മുടെ കർമ്മം ചെയ്യാൻ നാം ആശ്രയിക്കുന്ന ഒരു മാനദണ്ഡം. അങ്ങനെ ഒരു മാനദണ്ഡമായിട്ട് വേദത്തെ പരിഗണിച്ചിരുന്നു ഗുരുദേവൻ. ഒന്നത്. രണ്ട്, ചാതുർവർണ്ണത്തെയും ജാതി വിവേചനത്തെയും അടിസ്ഥാനമാക്കി ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ ഉച്ചനീചത്വങ്ങളെ അതിനെ ഇല്ലാതാക്കാനും പരിവർത്തനപ്പെടുത്തുവാനും വേണ്ടി സ്വാമി തിരുപ്പാദങ്ങൾ ലോകസംഗ്രഹ കർമ്മം ചെയ്തിട്ടുണ്ട്. അത് വേദത്തെ അംഗീകരിച്ചു കൊണ്ടാണോ അപ്രകാരം ചെയ്തത്, അല്ലെങ്കിൽ വേദത്തെ നിഷേധിച്ചുകൊണ്ടാണ്? അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം വിചാരം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ആശയം നമുക്ക് അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ നിന്ന്, അതായത് 23, 24 ശ്ലോകങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് 23, 24 ശ്ലോകങ്ങൾ പരിശോധിക്കാം. സർവജ്ഞസ്യ ജഗത്കർത്തോ സർവശക്തിമതഃ പ്രഭോ വിഭുത്വേരീതിരദ്യാപി കഥമീശോപപദ്ധ്യതേ സ്ഥിതിമേതാം സമാലോക്യ കലുഷാമനവസ്ഥിതാം വ്യാമോഹമുപഗച്ഛാമാം സത്യാസത്യവിവേകതഃ. 23 അന്വയം. സർവജ്ഞസ്യ ജഗത്കർത്തുഃ സർവശക്തിമതഃ പ്രഭോഃ വിഭുത്വേ. സർവജ്ഞനും ഈ ജഗത്തിന്റെ കർത്താവും ജഗത് സൃഷ്ടാവും സർവശക്തിമാനുമായ ഭഗവാന്റെ മാഹാത്മ്യത്താൽ അദ്യ അഭി ഏഷാ രീതി കഥം ഉപപദ്ധ്യത. ഈ മാഹാത്മ്യം ഉണ്ടെങ്കിൽ കൂടിയും ഇക്കാലത്ത് കൂടിയും ഇങ്ങനെയുള്ള വിവേചനങ്ങൾ, ഏഷാ രീതി എന്ന് പറഞ്ഞാൽ ഈ രീതി, ഏത് രീതി? ഈ പറഞ്ഞ വിവേചനങ്ങൾ കഥം ഉപപദ്ധ്യത, എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് വന്നു ചേർന്നത്? എന്താണ് ആശയം? സർവജ്ഞനും സർവജഗത് നിയന്താവും ഭഗവാന്റെ സർവജഗത് നിയന്താവുമായ ഭഗവാന്റെ അപാരമായി വൈഭവത്താൽ, ഈ വൈഭവം ഉണ്ടായിട്ട് കൂടിയും ഹിന്ദു സമൂഹത്തിൽ, ഞാൻ ഹിന്ദു സമൂഹം എടുത്തു പറയാൻ കാരണം ചാതുർവർണ്ണ്യം കൽപ്പിച്ചിരിക്കുന്നത് ഭാരതീയ ദർശനങ്ങളാണ്, ഹിന്ദു സമൂഹമാണ്. അതുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിൽ എങ്ങനെയാണ് ജാതിപരമായ ഈ വിവേചനം, ഉച്ചനീചത്വം കടന്നു വന്നത്? ഇത് ഒരിക്കലും ചേരുന്നില്ലല്ലോ എന്നാണ് 23-ാമത്തെ ഈ ശ്ലോകത്തിന്റെ താത്പര്യം. 24 നോക്കൂ. കലുഷാം അനവസ്ഥിതാം ഏതാം സ്ഥിതിം സമാലോക്യ. കലുഷാം എന്ന് പറഞ്ഞാൽ അത്യധികം ദുഷിച്ച, കളങ്കമായിരിക്കുന്ന, അനവസ്ഥിത, ഒരു സ്ഥിരതയുമില്ലാത്ത, അതായത് പറയുന്ന ആശയം ഒന്ന് അത് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ മറ്റൊരു രൂപത്തെ പ്രാപിക്കുന്നു എന്ന രീതിയിൽ ഒരു സ്ഥിതിയിലും ഒരു സ്ഥിരതയും ഇല്ലാത്ത ഏതാം സ്ഥിതി, ഈ അവസ്ഥയെ സമാലോക്യ, കണ്ടിട്ട്, കളങ്കമായ സ്ഥിരമല്ലാത്ത ഈ അവസ്ഥയെ കണ്ടിട്ട് സത്യാസത്യ വിവേകതഃ വ്യാമോഹം ഉപഗച്ഛാമ.
ശിഷ്യന്മാർ അവരുടെ വ്യഥയെ, അവരുടെ വേദനയെ ഗുരുവിന്റെ സമക്ഷം ഉണർത്തിക്കുകയാണ്. അല്ലയോ ഗുരുനാഥ, ഇത്രയും ദുഷിച്ച ഈ അവസ്ഥയെ കണ്ടിട്ട് സത്യമെന്ത് അസത്യമെന്ത് എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വ്യാമോഹത്തിൽ ഞങ്ങൾ പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ അജ്ഞാനത്തിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ദയവ് ചെയ്ത് സത്യത്തിന്റെ മാർഗത്തെക്കുറിച്ച് പറഞ്ഞു തരുവാനുള്ള കൃപയുണ്ടാകണം എന്ന രീതിയിലാണ് 24-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, 23-ാമത്തെ ശ്ലോകത്തില് ഈശ്വരന്റെ, ഭഗവാന്റെ വിശേഷമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞു? ഭഗവാൻ സർവജ്ഞനാണെന്ന് പറഞ്ഞു. സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ, സർവം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. ജ്ഞത്വം എന്ന് പറഞ്ഞാൽ അറിവാണ്, ജ്ഞാനമാണ്. എല്ലാ പ്രകൃതിയിലും ജ്ഞാനസ്വരൂപേണ ഭഗവാൻ കുടികൊള്ളുന്നു. അപ്പോൾ എല്ലാറ്റിലും കുടികൊള്ളുന്ന ആൾക്ക് എല്ലാത്തിനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് നമ്മെ കുറിച്ച് അറിയാൻ വ്യക്തമായിട്ട്. കാരണം എന്താണ്? നാം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും എല്ലാം നാം വ്യാപ്തമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോണിലും, നമ്മുടെ മനസ്സിന്റെ ഓരോ കോണിലും നമ്മുടെ ബുദ്ധിയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ ഇതിലുണ്ട്, അതുകൊണ്ട്. അതേപോലെ സർവം എന്ന് പറയുന്ന എല്ലാ പ്രകൃതിയിലും ഭഗവാൻ കുടികൊള്ളുന്നുകൊണ്ട് ഭഗവാൻ സർവജ്ഞനാണ്. ഭഗവാൻ എല്ലാം അറിയാം. ഭഗവത് സാന്നിധ്യം ഇല്ലാത്ത എന്തെങ്കിലും ഒന്ന് പ്രകൃതിയിലുണ്ടോ? അവിടെ ഉണ്ടോ? ഇല്ല. സർവവ്യാപിയായതുകൊണ്ട് ഭഗവാൻ സർവജ്ഞനാണ്. ഇനി ഭഗവാൻ ആരാണ്? ജഗത് കർത്താവാണ്. ഈ കാണപ്പെടുന്ന സമ്പൂർണ്ണ സ്ഥൂല സൂക്ഷ്മ കാരണ പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച, വിവർത്ത രൂപേണ സൃഷ്ടിച്ച ജഗത് കർത്താവാണ് ഭഗവാൻ. സർവശക്തിമാനാണ്. ശക്തി എന്ന് പറഞ്ഞാൽ പ്രകൃതി, മായ. ആ പ്രകൃതിയെ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ ശക്തിമാനാണ്. പ്രഭുത്വമുണ്ട് ഭഗവാനിൽ, പ്രഭുത്വം. അതേപോലെ വിഭുത്വം. വിഭുത്വം എന്ന് പറഞ്ഞാൽ വ്യാപകതയാണ്. അപ്പൊ ഭഗവാനിൽ കൽപ്പിച്ചിട്ടുള്ള ഈ എല്ലാ ആശയങ്ങളും എന്താണ്? ഇത് ഹിന്ദു മതത്തിന്റെ ദാർശനികമായ തലമാണ്. അപ്പൊ ഹിന്ദു മതത്തിന് 2 തലമുണ്ടെന്ന് നമ്മൾ കൽപ്പിക്കുക, ഒരു പ്രക്രിയക്ക് വേണ്ടിയിട്ട്. അതിന്റെ സൈദ്ധാന്തികമായ തലം, അതിന്റെ ദാർശനികമായ തലമാണ് ഈ പറഞ്ഞ എല്ലാം തന്നെ. ഗുരുദേവൻ ഇതിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടുണ്ട്. സ്വാനുഭൂതിയിൽ, തപസ്സിന്റെ ഏറ്റവും ഉച്ചതമമായ അവസ്ഥയിൽ സ്വാമി തൃപ്പാദങ്ങൾക്കുണ്ടായ ഈശ്വര സാക്ഷാത്കാരം, ആ ഈശ്വര സാക്ഷാത്കാരത്തെ അവിടുന്ന് വെളിവാക്കിയത് അദ്വൈതപരമായിട്ടാണ്. ഈശ്വരനെ പരാമർശിക്കുന്ന ഏതൊരു കൃതിയിലും സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന അദ്വൈത സത്യമായിട്ടാണ് സ്വാമി തൃപ്പാദങ്ങൾ ഈശ്വരനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അദ്വൈത പരതയാകട്ടെ, ഈ അദ്വൈതമാകട്ടെ, അത് സനാതന ധർമ്മത്തിലെ വേദത്തിന് അനുകൂലമാണ്. കാരണം ഈശ്വരൻ സർവവ്യാപിയാണ്, ഈശ്വരൻ സർവജ്ഞനാണ്, സർവശക്തിമാനാണ് എന്ന് മിക്കവാറും എല്ലാ ദർശനങ്ങളും പറയുന്നുണ്ട്, എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഭഗവാൻ സർവവ്യാപിയാണ്, സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നു എന്ന് പറയുന്ന ഏക ദർശനം, ഏക ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ പറയാം, അത് വേദമാണ്. കാരണം വേദത്തിന്റെ ഈശ്വര സങ്കല്പം എന്താണ്? വേദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ, വേദത്തിന്റെ മുഴുവൻ താല്പര്യ നിർണയം ചെയ്യപ്പെട്ട ഭാഗമായ ഉപനിഷത്ത്. ആ ഉപനിഷത്തിലാണ് ഭഗവാനെ അദ്വൈതപരമായിട്ട് ലോകത്തിൽ അവതരിപ്പിച്ചത്. മറ്റു ഒരു ദർശനത്തിലും മറ്റെവിടെയും തന്നെ ഈശ്വരൻ സർവവ്യാപിയാണ്, സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നു. എന്നിലും നിന്നിലും തൂണിലും തുരുമ്പിലും ഒരു പുൽക്കൊടിയിലും ബ്രഹ്മാവിലും സർവ്വതിലും ഭഗവാൻ കുടികൊള്ളുന്നു എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇപ്പൊ നമ്മുടെ ഭാരതത്തിൽ ഉദയം ചെയ്ത ഒരു പ്രസ്ഥാനമുണ്ട്, പ്രസ്ഥാനത്തിന്റെ പേര് പറയുന്നില്ല. അപ്പൊ ആ പ്രസ്ഥാനം ഇന്ത്യയിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വേരോട്ടമുള്ള വലിയൊരു ആത്മീയ സംഘടനയാണ്. അപ്പൊ ആ ആത്മീയ സംഘടന അവർ പറയുന്നത് ഈ ലോകത്ത് 2 മഹാപാപങ്ങളുണ്ട്. ആ 2 മഹാപാപങ്ങളിൽ ഒരു മഹാപാപം എന്താണ്? ഈശ്വരൻ സർവവ്യാപിയാണെന്നുള്ള ദർശനമാണ്. ഈശ്വരൻ സർവവ്യാപിയല്ല. ഈശ്വരന് പുല്ലിലും മണ്ണിലും കാട്ടിലും ഒന്നും വസിക്കാൻ സാധിക്കില്ല. ഈശ്വരൻ അങ്ങ് ദൂരെ ഏതോ ഒരു ലോകത്തിൽ നിവസിച്ച് നമ്മെ നിരീക്ഷിക്കുന്ന ശക്തിയാണെന്ന് പറയും. അതുപോലെ മറ്റു പല പാശ്ചാത്യവും പൗരസ്ത്യവും ഏതൊരു ആശയത്തെ, ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് ഏതൊരു ആശയത്തെയും എടുത്തു നോക്കൂ, മിക്കവാറും ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം ഏതോ ഒരു ലോകത്തിരുന്നു കൊണ്ട്, വിദൂരമായ ഏതോ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട്
നാം ചെയ്യുന്ന കർമ്മങ്ങളെ വിലയിരുത്തി ആ കർമ്മങ്ങളിലെ ശരികൾക്ക് സ്വർഗവും സുഖവും കൊടുക്കുന്നു, തെറ്റുകൾക്ക് പീഡയും നരകവും കൊടുക്കുന്നു. ഇതിനെ കൊടുക്കുന്ന ഒരു നിയാമകനായിട്ടാണ്, നിയമത്തെ നടത്തുന്ന ഒരു വലിയൊരു ശക്തിയായിട്ടാണ് ദൈവത്തെ മിക്കവാറും പേര് വർണ്ണിച്ചിട്ടുള്ളത്. എന്നാൽ സ്വാമി തൃപ്പാദങ്ങളുടെ ഈശ്വര സങ്കല്പം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നതിലെ ദൈവദർശനം, ആ ദൈവദർശനം എന്താണ്? അത് അദ്വൈതമാണ്. സ്വാമി തൃപ്പാദങ്ങൾ അദ്വൈത പരമല്ലാതെ എപ്പോഴെങ്കിലും ഈശ്വരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് പരിശോധിക്കാമല്ലോ. ഇപ്പൊ സ്തോത്ര കൃതികളിലാകട്ടെ, ഉദ്ബോധന കൃതികളിലാകട്ടെ, ദാർശനികമായ കൃതികളിലാകട്ടെ, എവിടെയൊക്കെ ഈശ്വരനെ കുറിച്ച് പറഞ്ഞോ അതൊക്കെ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന അദ്വൈതപരമായിട്ടാണ് ഈശ്വരനെ പറഞ്ഞിട്ടുള്ളത്. സ്തോത്ര കൃതികളിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ദൃഷ്ടാന്തം, ഷൺമുഖ ദശകത്തിൽ ആദ്യ ശ്ലോകത്തില് സുബ്രഹ്മണ്യ ഭഗവാനെ ഗുരുദേവൻ അഭിസംബോധന ചെയ്യുന്നു. എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു? മച്ചിൽ കൊഴുന്തേ എന്ന് പറഞ്ഞിട്ട്. മച്ചിൽ കൊഴുന്ത് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വസിക്കുന്ന കൊഴുന്ത് പോലെയുള്ള ആ മനോഹര സ്വരൂപിയാർന്ന ഭഗവാനെ, എൻ്റെ മനസ്സിൽ ഭഗവാൻ വസിക്കണമെങ്കിൽ ഭഗവാൻ സർവ്വവ്യാപിയായിരിക്കണം. സർവ്വവ്യാപിയായിരിക്കുന്ന ഒരു തത്വത്തിനെ സർവാന്തര്യാമിയായിട്ട് സകല ചരാചരങ്ങളിലും കുടികൊള്ളാൻ സാധിക്കും. ഇനി ഏറ്റവും ഉയർന്ന ഫിലോസഫി ഗ്രന്ഥമായ ദർശനമാലയിൽ എന്ത് പറയുന്നു? സർവം ഈ സച്ചിദാനന്ദം നേഹനാനാസ്തി കിഞ്ചന. ഇവിടെ പലതില്ല, ഭഗവാൻ അല്ലാത്ത, ഈശ്വരനല്ലാത്ത ഒന്നുപോലും ഇവിടെ ഇല്ല എന്ന് പറയുന്നു. ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഗുരുവിന് വെളിവായ ആ ആത്മസാക്ഷാത്കാരം, ഈശ്വരാനുഭൂതി, അത് അദ്വൈതപരമായിട്ടാണ് ഗുരുദേവൻ വെളിവാക്കിയത് സമൂഹത്തിൽ. ഈ അദ്വൈതമാകട്ടെ ഹിന്ദുമതത്തിലെ വേദത്തിന്റെ ദർശനം കൂടിയാണ്. വേദത്തിൽ അദ്വൈതത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഉപനിഷത്തിന്റെ പ്രതിപാദ്യ വിഷയം തന്നെ അദ്വൈതമാണ്. ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ, രണ്ടാമത് ഒന്നില്ല. ആരാണോ രണ്ടാമതൊരു സത്യം, ഈശ്വരനല്ലാത്ത മറ്റൊരു തത്വം ഉണ്ടെന്ന് കരുതുന്നത്, സ മൃത്യോഹോ മൃത്യുമാപ്നോതി, അവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഉപനിഷത്തുകൾ. ഗുരുദേവൻ ഇതേ ആശയത്തെ ദർശനമാലയിലും എടുത്തിട്ടുണ്ട്. പറഞ്ഞു വന്നത്, ഹിന്ദുമതത്തിന്റെ ദാർശനികമായ തലത്തെ, വേദത്തിന്റെ ദാർശനികമായ തലത്തെ സ്വാമി തൃപ്പാദങ്ങൾ അംഗീകരിച്ചു, സ്വീകരിച്ചു. ആ തലത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ വേദത്തെ പ്രമാണമായിട്ട് കണ്ടിരുന്നു. ഈ തലത്തിൽ ശ്രദ്ധിക്കണം. ഇനിയാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ദാർശനികമായ തലത്തിൽ, സൈദ്ധാന്തികമായ തലത്തിൽ ഈ അദ്വൈത സത്യത്തെ പറഞ്ഞിരിക്കുന്ന ഹിന്ദുമതം ഒരു സാമൂഹ്യ ജീവിത ക്രമത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞതിന് തീർത്തും വിപരീതമായ ഘടകവിരുദ്ധമായ രീതിയിൽ കാണപ്പെടും. ആ വൈരുദ്ധ്യത്തെയാണ്, അഥവാ ഹിന്ദുമതത്തിന്റെ ആ സാമൂഹ്യ ജീവിത രീതിയാണ് ആ ശ്ലോകത്തിൽ അടുത്ത വരി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഏത്? അദ്യ അഭി ഏഷാ രീതി കഥം ഉപപദ്യതേ. അദ്യ അഭി എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ഇന്ന്, അദ്യ ഇന്ന് കൂടിയും ഹിന്ദുമതത്തിന്റെ ദർശനം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇന്ന് പോലും ഒരു സമൂഹത്തിന്റെ ജീവിതം എന്ന രീതിയിൽ ആ ദർശനത്തെ അപ്ലൈ ചെയ്യുവാൻ ഹിന്ദുമതത്തിന് സാധിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഹിന്ദുമതത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ ജീവിത രീതിയെ, ചാതുർവർണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സാമൂഹ്യ ജീവിത രീതിയെ ഒരിക്കൽ പോലും സ്വാമി തൃപ്പാദങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. ആ തരത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ വേദത്തെ പ്രമാണമായിട്ട് കണ്ടിരുന്നില്ല. എങ്ങനെയാണ്? ശ്രദ്ധിക്കണം. സാമൂഹ്യ ജീവിതി, ചാതുർവർണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഉച്ചനീചത്വ കൽപ്പനകളോട് കൂടി ഹിന്ദുമതം കൽപ്പിച്ചിട്ടുള്ള സാമൂഹ്യ ജീവിത രീതിയെ സ്വാമി തൃപ്പാദങ്ങൾ ഒരു കാലത്തും ഒരു നിലയ്ക്കും അംഗീകരിച്ചിരുന്നില്ല. ആ നിലയ്ക്ക് വേദത്തെ പ്രമാണമായിട്ട് കണ്ടിരുന്നിട്ടുമില്ല. അപ്പൊ വേദത്തെ പ്രമാണമായിട്ട് കണ്ടിരുന്നത്, അഥവാ ഹിന്ദുമതത്തെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചത് ഏത് തലത്തിലാണ്? ഹിന്ദുമതത്തിന്റെ ഉദാത്തമായ ദർശനം. കാരണം നമുക്ക് എത്ര ഉദാത്തമായ ദർശനമാണ്. സർവ്വചരാചരങ്ങളിലും ഈശ്വരൻ കുടികൊള്ളുന്നു. ആ ഒരു ദർശനത്തെ മറികടക്കുവാൻ ലോകത്തിൽ ഏതെങ്കിലും ആശയത്തിന് കരുത്തുണ്ടോ? നമ്മൾ സമത്വത്തെക്കുറിച്ചുള്ള ഒരുപാട് ദർശനങ്ങൾ, ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ആചാര്യന്മാർ നൽകിയിട്ടുണ്ട്, പല ആചാര്യന്മാർ. പക്ഷെ ഇത്ര വലിയ സമത്വം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈശ്വരൻ സർവ്വചരാചരങ്ങളിലും ഒരുപോലെ കുടികൊള്ളുന്നു. അതിൽ വലിയൊരു സമത്വ ദർശനം നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. അപ്പൊ ദാർശനികമായ ആ തലത്തിൽ ഹിന്ദുമതത്തെയും വേദത്തെയും ഗുരുദേവൻ പരിപൂർണമായും അംഗീകരിച്ചു.
പക്ഷെ സാമൂഹ്യ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ആ സാമൂഹ്യ ജീവിത രീതിയെ ഗുരുദേവൻ അംഗീകരിച്ചിരുന്നില്ല. ഇത് രണ്ടും നമ്മൾ വ്യക്തമായിട്ട് ഈ രണ്ട് ഗുരുദേവൻ എന്തിനെ അംഗീകരിച്ചു, എന്തിനെ അംഗീകരിച്ചില്ല, ഈ രണ്ട് കാര്യങ്ങളെയും വ്യക്തമായിട്ട് വേർതിരിച്ച് പഠിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യത കൂടിയാണ്. കാരണം എന്താണ്? ഗുരുദേവ തൃപ്പാദങ്ങൾ ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുമതത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ, ജാതി വിവേചനത്തെ അതിനിശ്ചിതമായി അതിനെ എതിർത്തു എന്ന് പറഞ്ഞത് അതിനെ സൈദ്ധാന്തികമായിട്ട് ഒരിക്കലും അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഗുരുദേവൻ ഹിന്ദുമതത്തെയും അംഗീകരിച്ചില്ല, ഗുരുദേവൻ സനാതന ധർമ്മത്തെയും അംഗീകരിച്ചിരുന്നില്ല എന്ന രീതിയിൽ പ്രചരണം ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അത് കേവലം അറിവില്ലായ്മയിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് പോലും പല ശ്രീനാരായണീയർക്ക് പോലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു വിഷയമാണത്, ഹിന്ദുമതവും ഗുരുദേവനും. അതിനെ എങ്ങനെ സമന്വയിപ്പിക്കാൻ സാധിക്കും? ഗുരുദേവൻ ഹിന്ദുമതത്തിന് അനുകൂലമായിരുന്നു, പ്രതികൂലമായിരുന്നു. ചില ആളുകൾ പറയുന്നു, നോക്കൂ, നിങ്ങളുടെ ഹിന്ദുമതത്തിലെ ജാതിയെ ഒരിക്കലും ഗുരുദേവൻ അംഗീകരിച്ചിരുന്നില്ല. ജാതി ഇല്ലാതെ ഹിന്ദുമതവും ഇല്ല, ജാതി ഇല്ലാതെ ഹിന്ദുമതവും ഉണ്ട്. അതുകൊണ്ട് ഗുരുദേവന്റെ ദർശനം ഒരിക്കലും ഒരു ഹൈന്ദവമല്ല, അതൊരു വിശ്വമാനവ ദർശനമാണ് എന്ന രീതിയിലൊക്കെ ഉദാത്തം എന്ന് തോന്നുന്ന രീതിയിൽ പല ആളുകളും വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പൊ ഗുരുദേവൻ നിഷേധിച്ചത് അഥവാ ഗുരുദേവൻ അംഗീകരിക്കാത്തത് ഹിന്ദുമതത്തിലെ സാമൂഹ്യ ജീവിത രീതിയെ മാത്രമാണ്. ഇപ്പൊ ഗുരുദേവൻ ഹിന്ദുമതത്തിലെ ജാതിയെ വിമർശിച്ചിരുന്നു എന്നതുകൊണ്ട് ഹിന്ദുമതത്തെ ആകെ ഗുരുദേവൻ തള്ളിക്കളഞ്ഞു എന്ന രീതിയിലുള്ള പ്രചരണത്തിൽ നമ്മൾ വീണുപോകരുത്. ഹിന്ദുമതം ഉദ്ഘോഷിച്ച ഉജ്ജ്വലമായ അദ്വൈത ദർശനത്തെ സ്വാമി തിരുപ്പാദങ്ങൾ സ്വീകരിച്ചു. സ്വാമി തിരുപ്പാദങ്ങൾ അവിടുത്തെ കൃതികളിലൂടെ വെളിവാക്കിയതും സ്വാനുഭൂതിയിൽ അമർന്ന ആ അദ്വൈത ദർശനത്തെ തന്നെയാണ്. അതേസമയം ആ അദ്വൈത ദർശനം പറയുമ്പോഴും നിർഭാഗ്യവശാൽ ഹിന്ദുമതത്തിന്റെ സാമൂഹ്യ ജീവിത രീതി എന്തായിട്ട് മാറി? പറഞ്ഞ ആശയവുമായിട്ട് ഒരു ബന്ധവുമില്ലാതായിട്ട് മാറി. അതുകൊണ്ടല്ലേ കുമാരനാശാൻ വളരെ വേദനയോടുകൂടി പറഞ്ഞത്, ഭേദങ്ങളറ്റ പൊരുളിനെ കാഹളമൂതി വാഴ്ത്തിടുന്നു വേദം നാലും, വൈദിക മാനികൾ മർത്യരിൽ ഭേദവും ഭേദത്തിൽ ഭേദവും ജൽപ്പിക്കുന്നു. എന്തൊരു വൈകൃതം ബ്രഹ്മവിദ്യേ, നിന്നിൽ എന്തീ കാണുന്ന വൈപരീത്യം എന്ന് പറഞ്ഞില്ലേ? നമുക്ക് ആ അവസാന വരി നോക്കൂ, എന്തൊരു വൈകൃതം ബ്രഹ്മവിദ്യേ, നിന്നിൽ എന്തീ കാണുന്ന വൈപരീത്യം എന്ന് പറഞ്ഞു. അല്ലയോ ബ്രഹ്മവിദ്യേ, എന്തൊരു വൈകൃതമാണത്. അത് ആശാൻ പറയാൻ കാരണം എന്താണ്? കാരണം ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന മഹത്തായ ദർശനം എന്തിനെയാണ് ഉദ്ഘോഷിക്കുന്നത്? ഭേദങ്ങളറ്റ പൊരുള്, ഭേദങ്ങളറ്റ പൊരുളിനെ കാഹളമൂതി വാഴ്ത്തിടുന്നു വേദം നാലും. 4 വേദങ്ങളും പറയുന്നു അയമാത്മാ ബ്രഹ്മ തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ 4 വേദങ്ങളും ഭേദങ്ങളറ്റ പൊരുളിന്, ഈശ്വരനും ഞാനും തമ്മിൽ സ്വരൂപതയായ യാതൊരു ഭിന്നതയുമില്ല എന്ന ഏറ്റവും ഉദാത്തമായ ഒരു ആശയത്തെ പറയുകയും പിന്നെ ആ ആശയവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ജീവിത രീതി ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. നീ താഴ്ന്നവൻ, നീ ഉയർന്നവൻ, നീ താഴ്ന്നവനിലും താഴ്ന്നവൻ, കണ്ണിൽ പോലും പെടാൻ യോഗ്യതയില്ലാത്തവൻ. അപ്പൊ ഇത് എന്തൊരു വൈപരീത്യമാണ്, എന്തൊരു വിചിത്രമാണ് എന്ന് ആര് വിലപിക്കുകയാണ്? ആശാൻ വിലപിക്കുക. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഗുരുദർശനത്തെയും ഹിന്ദുമതത്തെയും സമന്വയം ചെയ്യേണ്ടത്. ഹിന്ദുമതത്തെ വിമർശിക്കേണ്ട ആ ഭാഗങ്ങളിൽ അതിശക്തമായ വിമർശനവും, അതേസമയം ഹിന്ദുമതത്തെ അംഗീകരിക്കേണ്ടുന്ന ആ ദാർശനിക മഹിമയെ പരിപൂർണമായിട്ടും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരുവിന്റെ ദർശനം. ഇപ്പൊ നോക്കൂ, ഇനി ശിഷ്യന്മാർ പറയുകയാണ്, കലുഷാം അനവസ്ഥിതാം ഏതാം സ്ഥിതിം സമാലോക്യം. അത്യധികം കലുഷമായിരിക്കുന്ന, അത്യധികം സ്ഥിരതയില്ലാത്ത, അതായത് ആശയം ഒന്ന്, ജീവിതം വേറൊന്ന്, ഈ സ്ഥിതിയെ കണ്ടിട്ട് ഞങ്ങൾക്ക് സത്യവും അസത്യവും മനസ്സിലാകാതെ ഞങ്ങൾ ആകെ മോഹിതരായിരിക്കുകയാണ്, വ്യാമോഹത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വേണം? ശ്ലോകം 25 പറയുന്നു, സർവതത്വാർത്ഥവേത്താസി ലോകസ്യ വിവിധാകൃതേ ആപൂരയാഞ്ചമസ്മാകം ഗുരോഹി അനുഗ്രഹാണനഃ. സർവതത്വാർത്ഥവേത്താസി ലോകസ്യ വിവിധാകൃതേ ആപൂരയാഞ്ചാമസ്മാകം ഗുരോഹി അനുഗ്രഹാണനഃ. ഹേ ഗുരു, വിവിധാകൃതേഹ ലോകസ്യ സർവതത്വാർത്ഥവേത്താസി.
അല്ലയോ ഗുരു, പല പ്രകാരത്തിലുള്ള ആകൃതി എന്ന് പറഞ്ഞാൽ പല പ്രകാരത്തിലുള്ള പല വിധത്തിലുള്ള ഈ ലോകത്തിന്റെ എല്ലാ ആദർശങ്ങളെയും ദർശനങ്ങളെയും തത്വത്തെയും കുറിച്ച് അറിയുന്നവനാണ് ഭഗവാൻ അങ്ങ്. അസ്മാകം യാഞ്ചാം, അസ്മാകം എന്ന് പറയാൻ ഞങ്ങളുടെ, നിങ്ങളുടെ അടുത്ത് പുസ്തകം ഉണ്ടെങ്കിൽ 25-ാമത്തെ ഈ ഈ പുസ്തകം ഉണ്ടെങ്കിൽ 25-ാമത്തെ ശ്ലോകത്തില് രണ്ടാമത്തെ വരിയില് ആപൂര്യ യാച്ച് എന്ന് കാണാം. ആ യാച്ചിന്റെ സ്ഥാനത്ത് ഫസ്റ്റ് ചേ ആണ് വരുന്നത്. ആ ചേയുടെ സ്ഥാനത്ത് ഞാ കൊണ്ടുവരണം. ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. യാഞ്ചാം എന്നാണ്. യാഞ്ചാം എന്ന് പറഞ്ഞാൽ യാചിക്കുക, അപേക്ഷിക്കുക എന്നർത്ഥം. യാചിഞ്ഞ എന്നല്ല, ഫസ്റ്റ് ഞാണ് വരുന്നത്. അതുകൊണ്ട് അസ്മാകം ഞങ്ങളുടെ, യാഞ്ചാം അപേക്ഷ, ഏതപേക്ഷയാണ്? ഞങ്ങൾക്ക് സത്യം എന്ത് അസത്യം എന്തെന്ന് വേർതിരിച്ചറിയണം, ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്താണ് എന്നൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കണം എന്ന ഞങ്ങളുടെ ഈ അപേക്ഷയെ ആപൂര്യ പൂർത്തിയാക്കി അനുഗ്രഹിച്ചാലും എന്നാണ് ആശയം. ലോകത്തിന്റെ സർവ്വവിധത്തിലുള്ള തത്വങ്ങൾ അറിയുന്ന ഭഗവാനെ ഞങ്ങളുടെ ഈ അപേക്ഷയെ സ്വീകരിച്ച് സർവാത്മന ഞങ്ങളെ അനുഗ്രഹിച്ചാൽ. അപ്പൊ 2-ാം അധ്യായത്തില് ഈ 25 വരെയുള്ള ശ്ലോകങ്ങൾ ശിഷ്യന്മാർ ഉന്നയിച്ച പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ ലോകത്ത് നമ്മൾ പറഞ്ഞു 2-ാം അധ്യായം ഗുരുവിന്റെ സമന്വയ ദർശനമാണ്. ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ വൈരുദ്ധ്യങ്ങളെയും എപ്രകാരം സമന്വയിപ്പിക്കാം എന്നതിനെയാണ് സമന്വയ ദർശനം എന്ന് പറയുന്നത്. അപ്പൊ ആ സമന്വയ ദർശനത്തിന് മുമ്പ് ലോകത്തിൽ എന്തൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ശിഷ്യന്മാർ ചോദ്യരൂപേണ വെളിവാക്കിയാണ്. ജാതിപരമായ ജാതിരേക്കോ ജാതോ വിരോധേ മതേ ദ്വേഷേ ഈശ്വര വികൽപ്പനാത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ശ്ലോകത്തിൽ. ജാതിപരമായ വൈരുദ്ധ്യങ്ങൾ കാണുന്നു, വ്യക്തികൾ തമ്മിൽ വൈരുദ്ധ്യങ്ങൾ കാണുന്നു, മതങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങൾ കാണുന്നു, അതേപോലെ ദേശങ്ങൾ തമ്മിൽ, കാലങ്ങൾ തമ്മിൽ, ജീവിത രീതികൾ തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഇവിടെയുണ്ട്. ആ വൈരുദ്ധ്യങ്ങളാണ് ക്രമത്തിൽ ശിഷ്യന്മാർ ഗുരുവിന്റെ മുമ്പിൽ ഉന്നയിച്ചത്. ഇനി ഈ വൈരുദ്ധ്യങ്ങളെല്ലാം എങ്ങനെ ഞങ്ങൾ സമന്വയം ചെയ്യണം, അത് അങ്ങ് പറഞ്ഞു തരുന്നു പറയുന്നു. അപ്പൊ ആ വൈരുദ്ധ്യങ്ങളെ സമന്വയം ചെയ്യുന്ന ഗുരുവിന്റെ പ്രശസ്തമായ സമന്വയ ദർശനമാണ് ശ്ലോകം 26 മുതൽ മുന്നോട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്.